കടൽ കൊള്ളക്കാർ ഒരിക്കൽ പേടിപ്പെടുത്താൻ പറത്തിയിരുന്ന ആ പഴയ ജോളി റോജർ തന്നെയാണ് ഇപ്പോൾ ലോകത്തിന്റെ വിപ്ലവ ചിഹ്നമായി ഉയർന്നിരിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ജെൻസി പ്രക്ഷോഭം എന്ന് വിളിക്കുന്ന ഈ പുതിയ പ്രതിസന്ധിക്ക് പുതുമ പലതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ കറുത്ത പതാക. 1997 മാംഗ സ്റ്റൈലിൽ പ്രസിദ്ധീകരിച്ച ജാപ്പനീസ് കോമിക് പുസ്തകമായ വൺ പീസിലൂടെയാണ് ഈ ഫ്ലാഗ് സാധാരണ ജനങ്ങൾക്ക് പരിചിതമാകുന്നത്. കഥയിലെ പ്രധാന കഥാപാത്രമായ മങ്കി ഡി ലൂഫിയും ലൂഫിയുടെ ഗ്രൂപ്പിന്റെ ചിഹ്നമായ ജോളി റോജർ ഫ്ലാഗും അന്ന് തരംഗമായിരുന്നു. ഈ കഥയിലെ സ്ട്രോ ഹാറ്റ് പൈറേറ്റ്സ് എന്ന റിബൽ ഗ്രൂപ്പ് സ്വപ്നങ്ങളെ പിന്തുടരാനും അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ മോചിപ്പിക്കാനും സ്വേച്ഛാധിപത്യ ഗവൺമെന്റിനെതിരെ പോരാടാനുമുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചവരായിരുന്നു. 1999 ഈ കഥ ആനിമേഷൻ രൂപത്തിലേക്ക് മാറി. കഥയിലെ പ്രധാന കഥാപാത്രമായ ലൂഫിയും അവരുടെ സംഘവും അവരുടെ ഡയലോഗുകളും വമ്പൻ ഹിറ്റായി. സ്വാതന്ത്ര്യമായിരുന്നു ലൂഫിയുടെയും കൂട്ടാളികളുടെയും പ്രധാന ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ലൂഫിയും സംഘവും അടിച്ചമർത്തുന്ന അധികാരികളുടെയും അഴിമതി നിറഞ്ഞ സർക്കാരിനെയും നേരിടുന്നു. വൈക്കൽ തൊപ്പിയണിഞ്ഞ ജോളി റോജർ പതാകയുടെ കീഴിൽ ഒന്നിച്ച ഈ നിയമമില്ലാത്തവരുടെ കൂട്ടം വിമോചനത്തിന്റെയും യുവാക്കളുടെ പ്രതിരോധത്തിന്റെയും പ്രതീകമായി മാറി. വർഷങ്ങൾക്കിപ്പുറം അധികാരികളുടെ കുത്തഴിഞ്ഞ ഭരണത്തിൽ നിരാശരായ ജെൻസി തലമുറ ലൂഫി ഗ്യാങ്ങിന്റെ ജോളി റോജർ പതാകയെ കൂട്ടുപിടിച്ചു. ഈ പതാക ആദ്യമായി ജെൻസി സമരമുഖത്ത് പ്രത്യക്ഷപ്പെടുന്നത് 2023 ഇന്തോനേഷ്യയിലെയും ന്യൂയോർക്കിലെയും പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിലായിരുന്നു.